ഇന്ന് നമ്മുടെ മഞ്ഞൾ പുഴുങ്ങൽ യജ്ഞാണ്. നല്ല മഞ്ഞൾ, എന്തൊരു മണാന്നറിയോ. മഞ്ഞൾ കഴുകുന്നതൊക്കെ ഭയങ്കര രസമുള്ളൊരു പ്രോസസ്സാണ്. നമ്മുടെ ജീവിതത്തിൽ കിട്ടാവുന്ന അനുഭവങ്ങളിൽ ഏറ്റവും നല്ലൊരു അനുഭവം കേട്ടോ ഇത്. ഈ മഞ്ഞൾ കഴുകി വൃത്തിയാക്കി പുഴുങ്ങുക, ഭയങ്കര സ്മെല്ലും ഭയങ്കര രസവും ഒക്കെയാണ്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാനൊക്കെ ഭയങ്കര രസമാണ്. നന്നായിട്ട് നമ്മൾ പറിക്കുമ്പോൾ തന്നെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് തന്നെ പറിക്കും. പിന്നെ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകി വേരൊക്കെ മാറ്റി നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കും. ഒരു 2-3 റൗണ്ട് അങ്ങ് കഴുകി വൃത്തിയാക്കുമ്പോൾ ഇതിനകത്തുള്ള മണ്ണൊക്കെ അങ്ങ് പോകും. ഇതാണ് ഇതിനകത്ത് തടയും ഉണ്ട്, മഞ്ഞളും ഉണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. പ്രതിഭ എന്ന് പറഞ്ഞ ഇനാണിത്. കണ്ടോ, ഇത് ഇതിൻ്റെ തട, ഇത് മഞ്ഞൾ. ഇത് നമ്മൾ ആദ്യത്തെ റൗണ്ട് കഴുകിയത് എന്തെന്ന് വെച്ചാൽ കഴുകി കഴിഞ്ഞത് രണ്ടാമതൊന്ന് കഴുകിയിട്ട് അഴുക്ക് പോകുന്നത്ര വരെ നമ്മൾ അങ്ങനെ കഴുകണ്ട്. നല്ല വൃത്തിയാവുന്നത്ര നന്നായിട്ട് കഴുകി. ഇത് നമ്മുടെ മഞ്ഞൾ പുഴുകുന്ന സ്റ്റീമറിന്റെ ട്രേകളാണ്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ കഴുകിയ മഞ്ഞൾ മൊത്തം ഇടുന്നത്. അപ്പോൾ ആവിയിലാണ് നമ്മൾ മഞ്ഞൾ പുഴുകുന്നത്. ആവിയിൽ പുഴുകുന്നതാണ് ഏറ്റവും നല്ലത്. അവിടെ കഴുകിയ 4 ട്രേ മഞ്ഞൾ, 4 എണ്ണം. ഇത് ആദ്യത്തെ ബാച്ച്. അപ്പോൾ ആദ്യത്തെ ബാച്ച് പുഴുങ്ങി കിട്ടുമ്പോഴേക്ക് അടുത്ത 4 ട്രേ നമ്മൾ കാലിയുള്ളതിൽ ഇതുപോലെ നിറച്ച് വെക്കും. അപ്പോൾ ആദ്യത്തെ 4 ട്രേ ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റീമറിലോട്ട് കയറ്റാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ സ്റ്റീമർ. ഇതിനകത്ത് നമ്മൾ വെള്ളം നിറയ്ക്കുന്നത് എത്രമാത്രം വെള്ളം വെച്ചാൽ ഈ സ്റ്റീമറിന്റെ ഈ കാലിന്റെ അത്ര വെള്ളം കറക്റ്റാണ്. കാലിന്റെ അത്ര വരെ വെള്ളം. അപ്പോൾ സ്റ്റീമറിനകത്ത് ഇതാണ് മഞ്ഞൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത്. ഓരോരോ ട്രേ ഇതുപോലെ നമ്മൾ എടുത്തിട്ട്, ഇച്ചിരി പാടുണ്ട് ഇത്, കൃത്യമായിട്ട് ഗ്യാപ്പ് വെച്ച് കൃത്യമായിട്ട് ഓരോ ട്രേ വീതം ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മൾ തീ കത്തിച്ചിട്ട് ഇതിനകത്ത് ആവി കറക്റ്റ് സെറ്റ് ചെയ്യും. തീ കത്തിക്കാനുള്ള ഒരു എളുപ്പ വഴി, തീ നന്നായിട്ട് ആളി പിടിക്കാനുള്ള ഒരു എളുപ്പ വഴി ഇതാണ്. ഇത് ബ്ലോവറാ. ബ്ലോവർ പെട്ടെന്ന് നമ്മൾ തീ പിടിക്കും. ഇത് നമ്മൾ കൃത്യമായിട്ട് ഇത് ഫുള്ളായിട്ട് അടച്ചു വെച്ചു. ഇനി ഇത് ആവി കറക്റ്റ് ആകുമ്പോൾ നമ്മൾ പച്ചയിർക്കൾ കുത്തിയിട്ട് നോക്കും. ഫ്രഷ് ആയിട്ട് എടുത്ത് പച്ചയിർക്കില് ജസ്റ്റ് ഈസി ആയിട്ട് കയറി ഇറങ്ങുന്നുണ്ടെങ്കിൽ അടുത്ത റൗണ്ട് മഞ്ഞൾ നമ്മൾ പുഴുങ്ങുവാണ്. നെക്സ്റ്റ് റൗണ്ട് ഈ മഞ്ഞൾ പുഴുങ്ങുമ്പോൾ ഈ ആവി ഉണ്ടല്ലോ, എന്തൊരു രസാന്ന് അറിയോ. ഇങ്ങനെ നമുക്ക് ഫുള്ളൊരു മെഡിറ്റേഷൻ പോലെ, ഒരു ആയുർവേദ ചികിത്സയൊക്കെ ചെയ്യുന്ന പോലെ ഇരിക്കും. അത്ര രസമാണ് ഈ മണവും ഈ കാറ്റും എല്ലാം. ഇതൊരു അനുഭവം തന്നെയാണ്. ഈ പുഴുങ്ങിയ മഞ്ഞൾ നമ്മൾ അപ്പം തന്നെ നന്നായിട്ട് ഉണക്കണം. നമ്മളിത് നമ്മുടെ ഡ്രയറിലാണ് ഇടുന്നത്. ഡ്രയറിൽ ഇട്ട് കഴിഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങണം. ഇത് മഞ്ഞളുടെ തടയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുള്ള മഞ്ഞളുടെ തടയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ഉണക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കേടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് 4 ആയിട്ട് മുറിച്ച് കട്ട് ചെയ്തതിന് ശേഷമാണ് ഉണക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മഞ്ഞൾ പുഴുങ്ങി ആ സമയത്ത് തന്നെ, ആ ചൂട് കുറച്ച് മാറുന്ന സമയത്ത് തന്നെ കട്ട് ചെയ്ത് മാറും. എന്നിട്ടാകുമ്പോൾ നന്നായിട്ട് ഉണക്കാനിടും, അല്ലെങ്കിൽ അത് ചീത്തയായി പോകും. ഇത് നമ്മുടെ ടർമറിക് പോളിഷിംഗ് മെഷീനാണ്. സാധാരണ നമ്മുടെ ഈ ഉണങ്ങിയ മഞ്ഞളിന്റെ തൊലി കളഞ്ഞ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് കളയാനുള്ള ഒരു മെഷീനാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് കാണാം അത്. അപ്പോൾ അതിന്റെ എഫക്റ്റും കാണാം. മീൻസ് അത് മഞ്ഞൾ പോളിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത്രയും ഭംഗിയായിട്ട് തൊലി കളഞ്ഞ മഞ്ഞൾ, അതാണ് നമ്മൾ ആക്ച്വലി പൊടിച്ച് മഞ്ഞൾപ്പൊടിയാക്കി മാറ്റുന്നത്. അപ്പോൾ അതിന്റെ ഏറ്റവും നല്ല കണ്ടന്റ് മാത്രമേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. തൊലി ഒട്ടും അതിൻ്റെ അകത്ത് വരുന്നില്ല.